ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആനൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോണത് പുഴയ്ക്കലേക്കാട്ടോ. ദീപുവിൻ്റെ വണ്ടി സർവീസിന് കൊടുക്കാനായിട്ടാണ് പോണത്. KTM ഷോറൂമിലേക്കാട്ടോ പോയത്. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടാ. അപ്പം നമ്മളോട് കുറച്ച് നേരം വെയിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളോട് കുറച്ച് നേരം നിൽക്കാട്ടോ. അപ്പം ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ രണ്ടാൾക്കാർ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നിട്ടാ. പൂജാനും കുട്ടനും അങ്ങനെ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ ദീപ അവിടുത്തെ ചേട്ടനോട് വണ്ടിയുടെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പം നമ്മൾ നേരെ ശോഭയിലേക്ക് പോകാമെന്ന് വെച്ചാൽ കാരണം അവിടെ നിന്ന് അധികം ദൂരമില്ല, നടക്കേണ്ട ദൂരമുള്ളൂ. പിന്നെ നമ്മളിൽ വണ്ടിയില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാ. നമ്മൾ നേരെ ശോഭരടക്കി ഇട്ട് അവിടെ ചെന്ന് അപ്പം ഞാൻ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ അവിടുത്തെ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ട്. ദീപ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നിട്ട്. അപ്പം നമ്മൾ നേരെ കാല് കഴുകാൻ വല്ല പൈപ്പ് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ പോണത്. കാരണം ഞങ്ങൾ റോട്ടിൽ കൂടെ വന്നിട്ട് നിറയെ ചെളിയായിട്ട് ഞങ്ങളുടെ കാല് മാളിലേക്കുള്ള ഗൈസ് പോണത്. അപ്പോൾ ചെളിയായിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നോക്കി നടന്ന് ഒന്നും കണ്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നടക്കാനുണ്ടല്ലോ ശോഭരടക്കി. അപ്പം നല്ല വഴിയൊക്കെ നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടക്കണം. അപ്പോൾ ഒരാളോട് എൻ്റെ ബാഗ് പിടിക്കാൻ പറഞ്ഞപ്പോൾ നടക്കണം കോലാണ് ഗൈസ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്ന് നമ്മൾ നേരെ ശോഭരടക്കി എത്തിയ പാടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്റൂമിലേക്കാട്ടോ പോയത്. കാരണം കാല് കഴുകണം ഗൈസ്, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, എന്തിട്ട് പിള്ളേരാന്ന് വിചാരിക്കുള്ളൂ. അപ്പം നമ്മളെന്താ വെച്ചാൽ കാലൊക്കെ കഴുകി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ടിട്ട് അവിടെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതിനനുസരിച്ച് പൈസ ഉണ്ട് ഗൈസ്. കമ്മലൊക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പണ്ടായില്ല. ഞാൻ ഇപ്പോൾ ഒരു കമ്മൽ കാണിച്ചിട്ട് ഈ കമ്മലിന് 450 രൂപയാട്ടോ അവർ പറഞ്ഞത്. പിന്നെ മോതിരത്തിനൊക്കെ 150 രൂപയ്ക്കാട്ടോ പറഞ്ഞത്. നമ്മപ്പോൾ അതുകൊണ്ടൊന്നും മേടിച്ചില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നേരം കണ്ടു എന്നിട്ട് നമ്മൾ നേരെ മേലെ പോയി എല്ലാം കഴിക്കാൻ വെച്ചിട്ട് പോയിട്ട്. അങ്ങനെ നമ്മൾ നേരെ മൗസിലേക്കാട്ടോ പോയത്. എന്ത് രസമല്ല ഗൈസ് കാണാനായിട്ട്, നല്ല മഞ്ഞ കളറിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളവിടെ ചെന്ന് 2 അവിൽ മിൽക്കൊക്കെ പറഞ്ഞിട്ടാ. ഞാൻ നട്ട്സിൻ്റെ അവിൽ മിൽക്കും ദീപു മാംഗോ പാഷൻ എന്തോ പറഞ്ഞിട്ട് അവിൽ മിൽക്കും. അപ്പം ഞാൻ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ എനിക്കിഷ്ടമായി, ദീപുവിൻ്റെ എനിക്ക് വലിയ കാര്യത്തിൽ ഇഷ്ടമായില്ല കേട്ടോ. കുഴപ്പമില്ല, എന്നാലും എന്തൊക്കെയോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഡബിൾ ചീസി ചിക്ക് ബേക്ക് അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവം കൂടി മേടിച്ചിട്ടാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കണത്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് പുറത്തോട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പുഴയും കാര്യങ്ങളാണല്ലോ, അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. കാരണം ദീപ ആദ്യമായിട്ടില്ല വരുന്നത്. അപ്പോൾ അവനക്കതൊക്കെ കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട ടൈമായിട്ടാണ്. കാരണം ഞങ്ങൾ തിരിച്ച് ബസ്സിനാണല്ലോ പോണത്. അപ്പോൾ അപ്പോഴേക്കും 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളവിടെ നേരെ ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.